ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ കൊച്ചടുക്കളയിൽ സാധാരണയായിട്ട് ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നമ്മുടെ ടെറസ് കിച്ചണിലാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഈ മഴക്കാലമാണ്. അപ്പോൾ ഇതൊരു മഞ്ചൂറിയനാണ്, ചപ്പാത്തിക്കൊരു കറിയാണ്. ചപ്പാത്തി, പറാട്ടാസ്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് എന്തിൻ്റെ കൂടെ ആകാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗോബി മഞ്ചൂറിയൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതൊരു എന്താ പറയുക, ക്യാബേജ് ബോൾസ് മഞ്ചൂറിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ബോൾ മഞ്ചൂറിയൻ, അല്ലെങ്കിൽ ബോൾ മഞ്ചൂറിയൻ എന്ന് പറയാം. അങ്ങനെ ഒരു പച്ചക്കറികളെല്ലാം കൂടി, ഇതിപ്പോൾ ഞാൻ ക്യാബേജ് മാത്രമേ എടുക്കണുള്ളൂ. അതിന് പകരം ക്യാബേജിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വേറെ, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ എല്ലാം ചെറുതായി അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്തിട്ടും ചെയ്യാം. ക്യാബേജിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ലീഫ് സെപ്പറേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി അരിയണം. അപ്പോൾ ഇങ്ങനെ അരിയുമ്പോൾ കനം കുറച്ച് കിട്ടും. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലീഫ് അരിഞ്ഞ് കിട്ടുന്ന പോലെയാണ് നല്ലതായിട്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓവർ ക്രിസ്പി അങ്ങനത്തെ പീസല്ല, ഇങ്ങനെ ഒരു വാടിയ പോലെ ഇങ്ങനെ കിട്ടണം, ചീരയൊക്കെ അരിയുന്ന പോലെ. ഇതുപോലെ ഒരു 1.5 കപ്പോളം അരിഞ്ഞെടുക്കാം. അപ്പോൾ മഞ്ചൂറിയൻ ബോൾസിന് വേണ്ട കാര്യങ്ങൾ റെഡി. ഇവിടെ ക്യാബേജ് ഏകദേശം ഒരു, ഞാൻ അരിയുന്നത് നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ 1.5 കപ്പോളം ഉണ്ട്. പിന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ്, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉരുളക്കിഴങ്ങ് നോക്കിക്കോളൂ, ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങിനെ കൈ കൊണ്ട് നന്നായിട്ട്, അല്ലെങ്കിൽ ഒരു മാഷർ ഉപയോഗിച്ചിട്ടായാലും കുഴപ്പമില്ല, പൊട്ടറ്റോ മാഷർ ഇത് വേണ്ട. പക്ഷെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല മാവ് പോലെ ആകും. ഇത് കണ്ടല്ലോ, ഇങ്ങനെ നന്നായിട്ട് കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ച ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് മാറ്റി വയ്ക്കുക ഈ പാത്രത്തിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ക്യാബേജുമായിട്ട് മിക്സ് ചെയ്യാം. ഒരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നു. എന്നിട്ട് ഇത് നോക്കിക്കോളൂ, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, എല്ലാ കാര്യങ്ങളും ചേർക്കും. നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ആവശ്യാനുസരണം, ഇതിനൊരു നല്ലൊരു ബൈൻഡിങ് ഏജൻ്റായിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. പോരാ, ഇനിയും വേണം. അത് ഉടച്ചു വെച്ചിരിക്കുന്ന 2 ചെറിയ ഉരുളക്കിഴങ്ങ്, ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു ഉടച്ചത്. അങ്ങനെ ഉരുട്ടാൻ പറ്റുമോ എന്ന് നോക്കാം. ചെറിയ ഉരുളകൾ, യെസ് പറ്റും. അപ്പോൾ അത് മതി. ഓക്കെ, ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു കാര്യം കൂടി ചേർക്കാൻ പോകുന്നു, കോൺഫ്ലവർ. കോൺഫ്ലവർ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ആകാം. അതായത് 3 ടീസ്പൂൺ നിറച്ച് ചേർക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്തു. ഇനി 1 ടീസ്പൂണും കൂടി ചേർക്കാം. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബൈൻഡിങ് ഏജൻറ്റ്. ഇനി ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി, ഉരുളകളുണ്ടാക്കി പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഈ ബോൾ സൈസ് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഇങ്ങനെ ഉരുട്ടാം. ഇതിനകത്ത് ഇനി ഏത് പച്ചക്കറി വേണമെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റ്, ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ, എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിറച്ച് ക്യാബേജ് ഉണ്ട് കേട്ടോ. ഉരുട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് പോകും. പാത്രത്തിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം.
പാത്രം ചൂടായി. വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. ഇനി പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ചേർത്ത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കിയെടുക്കാം. അപ്പോൾ കട്ടയില്ലാണ്ട് കലക്കണം. അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ മതി. ഏകദേശം ഒരു പാലിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി. കാരണം നമുക്കൊരു ചെറിയൊരു കോട്ടിങ് കിട്ടിയാൽ മതി ക്യാബേജ് ബോൾസിന്. അതായത് നെടുകിയ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, കുറുകിയതല്ല. ഇനി ഇങ്ങനത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് ഓരോ ബോൾസും, ക്യാബേജ് ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ ബാറ്ററിലേക്ക് മുക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് നല്ല കരുകരുപ്പായിട്ട് വറുത്ത് പോരാം. എല്ലാം കൂടി ഒന്നിച്ചിടണ്ട, 1-2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതി. നല്ല കരുകരുപ്പായിട്ട് വറുത്ത് പോരാം. ടോട്ടൽ ബോൾസ് ഞാനിപ്പോൾ ഉരുട്ടി വന്നപ്പോൾ ഒരു 24 എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിത്ര എടുത്തിട്ട് ബാക്കിയിടാം. ഓക്കെ, എല്ലാം കൂടി ഓവർ ക്രൗഡ് ചെയ്യുന്നത് നല്ലതല്ല എപ്പോഴാണെങ്കിലും. അങ്ങനെ പോകട്ടെ. അപ്പോൾ കോൺഫ്ലവർ നമ്മുടെ ഈ മിക്സിൻ്റെ കൂടെ യോജിപ്പിക്കുന്നത് വളരെ നിർബന്ധമാണ്. വെജിറ്റബിൾസിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ചേർത്ത പോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ യോജിപ്പിക്കണം. എന്നാലേ കറക്റ്റൊരു ബൈൻഡിങ് കിട്ടുകയുള്ളൂ. അത് വിട്ടു പോകാണ്ടിരിക്കാനും ഒക്കെ അത് നല്ലതാണ്. കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് മുന്തിരിക്കൊത്തൊക്കെ വറുത്തെടുത്ത പോലെ ഇരിക്കും അല്ലേ? നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് ഒരു വൈറ്റ് ആണല്ലോ നമ്മുടെ ഈ ഒരു ബാറ്റർ. അതിനകത്തേക്ക് ഇച്ചിരി സോയ സോസ് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കളർ കുറച്ചുകൂടി ഒരു ഡാർക്കറായിട്ട് തന്നെ കിട്ടും, ഈ ഒരു വൈറ്റ് അല്ലാണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഉരുളകളുമൊക്കെ ഇതേ പാറ്റേണിൽ ഇതുപോലെ മാവിൽ മുക്കി വറുത്ത്. സെക്കൻഡ് ലോട്ടും നല്ലതായിട്ട് കരുകരുപ്പായിട്ട് പൊതിഞ്ഞ് കഴിഞ്ഞു. എണ്ണയിൽ നിന്ന് മാറ്റി. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ ക്യാബേജ് ബോൾസ് വറുത്ത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണ തന്നെയാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ആവശ്യാനുസരണം ചേർക്കാം. ചെറുതായി അരിഞ്ഞൊരു സവാള ഒരെണ്ണം, അതിനോടൊപ്പം ഒരു 4 പച്ചമുളക് ചെറുതായിട്ടായിരുന്നു. ചെറിയ പച്ചമുളകായിരുന്നു. വലുതാണെങ്കിൽ ഒരു 3 എണ്ണം, മീഡിയം സൈസാണെങ്കിൽ 3, വലുതാണെങ്കിൽ 2. ഇത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും. ഫൈൻലി ചോപ്ഡായിട്ട് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. അതുപോലെ വെളുത്തുള്ളിയാണ് ആക്ച്വലി കൂടുതൽ ചേർക്കേണ്ടത്. ജിഞ്ചർ കുറച്ച് മതി. ഗാർലിക് പേസ്റ്റ്, ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് കയറി നിൽക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നു. അപ്പോൾ 1.25 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും, അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കും. പറഞ്ഞ പേസ്റ്റ് തന്നെ വേണമെന്നില്ല, ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. എന്താ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് സോസസ് ഒഴിക്കണം. ടൊമാറ്റോ സോസും സോയാ സോസുമാണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് പൗച്ചങ്ങിൻ്റെ ഡാർക്ക് സോയയാണ്. നല്ല സോസാണിത്, അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതിലിപ്പോൾ ടൊമാറ്റോ സോസാണ് കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി,
1 മുതൽ 1/4 ടീസ്പൂൺ എരിവിനനുസരിച്ചിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, 1/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. അത് ഈ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഷുഗർ ചേർക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ട്, അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാം. ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഗ്രേവിയിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ല കുറുകി കഴിഞ്ഞു. ഇങ്ങനെ ഒന്ന് തിളച്ചാൽ മതി, അപ്പോഴത്തേക്ക് ഇത് നല്ലൊരു കുറുകിയ ഭാഗമായിട്ട് വരും. അപ്പോൾ നമ്മുടെ അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി റെഡിയായി കഴിഞ്ഞു മഞ്ചൂറിയന് വേണ്ടിയിട്ട്. അങ്ങനെ ടേസ്റ്റി യമ്മി ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞു. സൈഡ് ഡിഷാണ് ഇത്. ഫ്രൈഡ് റൈസിന് നല്ലതാണ്, നൂഡിൽസിന് നല്ലതാണ്, ചപ്പാത്തി, പൊറാട്ടാസ്, വേറെ എന്താ വേണ്ടേ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അങ്ങനത്തെ ഒരു ഇൻഡോ ചൈനീസ് സ്റ്റൈലാണ്. ടിപ്പിക്കൽ ചൈനീസ് ആണെന്ന് ഒരിക്കലും അവകാശപ്പെടില്ല. കാര്യം നമ്മളതിൽ കുറേ ഇംപ്രവൈസേഷൻസും എന്താ പറയുക, ഒരു ഫ്യൂഷനും ഒക്കെ ആയിട്ടല്ലേ ചെയ്യുന്നത്. ടേസ്റ്റാണ് എപ്പോഴും എൻ്റെ ഒരു ഫോക്കസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ബോൾസ് വറുത്തത് ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും സെർവിങ് ടൈം ആ സമയത്ത് ഇതങ്ങോട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നു, സോസ് മുകളിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നിങ്ങളും കൂടി കാണണമല്ലോ, അതുകൊണ്ട് ഞാനിത് പ്രസൻറ്റേഷൻ ഇല്ലാണ്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കും. ഇനി ഒരു സെർവിങ് പാത്രത്തിലേക്ക് വറുത്ത ക്യാബേജിൻ്റെ ബോൾസ് ഇങ്ങനെ നിരത്തി വയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കിയ ഗ്രേവിയും ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സെർവിങ് ടൈമിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് ആ സമയത്ത് ചെയ്താൽ മതി. സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞതുകൊണ്ട് അലങ്കരിക്കും. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡിഷ് അല്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ നോക്കട്ടെ. അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും അകത്തുള്ള ടെക്സ്ചർ. കാണാനും ലുക്കിംഗ് ഗുഡ് ആൻഡ് ടേസ്റ്റിംഗ് ഗുഡ് എന്ന് പറയില്ലേ, എന്ത് ഭംഗിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് ഇതൊരു അടിപൊളി കറിയാണ്. അത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്ത് കഴിക്കുന്ന പോലെ നമുക്ക് വീട്ടിൽ തന്നെ ചപ്പാത്തിക്കൊരു അടിപൊളി ഇൻഡോ ചൈനീസ് കറി കൂട്ടി കഴിക്കും. ഇനി ഇത് ചപ്പാത്തി മാത്രമല്ല കേട്ടോ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനത്തെ കോമ്പിനേഷനിലും നല്ലതാണ്. ബട്ടർ നാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കും. എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വരാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. Thank you so much. Thank you for watching and keep on watching Lakshmi Nair Vlogs. Love you all.